ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. ചാനലുകാർക്ക് വള്ളംകളി സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇന്ന് ചാനലുകളിൽ മുഴുവൻ. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കുറച്ചു നാളത്തേക്ക് ഒരു ചാകരയാണ്. ചിത്രം നായിക രഞ്ജിനിയുടെ ഇടപെടൽ അല്പസമയത്തേക്കെങ്കിലും ചാനൽ മേലാളന്മാരുടെയും പ്രേക്ഷകരുടെയും ചെറുപ്പക്കാരുടെയും നെഞ്ചിടിപ്പ് കൂട്ടാൻ സഹായിച്ചുവെങ്കിലും അതിൻ്റെയൊക്കെ ആയുസ് വളരെ കുറവായിരുന്നു. ചെറുതെങ്കിലും കുറെ ചാനലുകാർ സർക്കാരിനെ വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് പൂഴ്ത്തി വെക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, സർക്കാരിന്റെ ഹിഡൻ അജണ്ടയാണ് എന്നൊക്കെ അവർ സ്ഥിരം പറയുന്ന പല്ലവി തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്തു തന്നെ ആയിരുന്നാലും അവസാനം നടക്കേണ്ടത് നടക്കും, നടക്കേണ്ടത് നടന്നു, വന്നു കഴിഞ്ഞു. ഇനി ഉത്സവത്തിന്റെ കാലഘട്ടമാണ്, ഉത്സവങ്ങളുടെ മേളം. ഈ വർഷത്തെ ഓണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനോടൊപ്പം പ്രശസ്ത നടിമാരുടെ മൊഴി അനുസരിച്ച് കടുക്കാവെള്ളം കുടിച്ചിട്ട് വരുന്ന ചലച്ചിത്ര പ്രവർത്തകരും നടന്മാരും, അതിനോടൊപ്പം നായ്ക്കരണപ്പൊടി കഴിച്ചിട്ട് വരുന്ന ചലച്ചിത്ര പ്രവർത്തകരും നടന്മാരും ഈ കൂട്ടത്തിലുണ്ടെന്ന് അറിയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ചില പ്രത്യേകതരം നടിമാരുടെ ഡോറിൽ ചെണ്ടമേളം, പക്കമേളം, പുല്ലാങ്കുഴൽ ഇതൊക്കെ വായിച്ച് സായുജ്യമണഞ്ഞ് തൃപ്തിപ്പെട്ട് പോകുന്ന ചില മാനസികാവസ്ഥയിലുള്ള ചില നടന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് വലിയ പക്കമേള വിദഗ്ധന്മാരായി മാറി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. മറ്റു ചില നടന്മാർ ടാർഗറ്റ് 3000 കടന്നതിന് ശേഷം അതിൻ്റെ ആഘോഷ രാവുകൾ വിദേശങ്ങളിൽ ആഘോഷിച്ചതിൻ്റെ രഹസ്യങ്ങൾ പാണന്മാർ പാടി നടക്കുന്നുണ്ടേ. ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ട് ആർക്കാണ് ഇവിടെ നേട്ടം, ആർക്കാണ് ഇവിടെ കോട്ടം? നാറിയത് വീണ്ടും നാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഇരകളായവരുടെ പ്രതികരണ ശേഷി എപ്പോഴാണ് പുറത്തു വരേണ്ടത്? ഇപ്പോൾ വന്നാൽ മതിയോ? ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും എനിക്ക് സീരിയസ് ആയിട്ട് ചെറിയ സംശയങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ക്രിമിനൽസിനെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നു? ഗവൺമെൻറ് ആയിക്കോട്ടെ, ഈ കമ്മീഷൻ ആയിക്കോട്ടെ, ഈ നിയമവ്യവസ്ഥ ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽസിനെ ഇപ്പോഴും പേര് വെളിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവരാതെ, ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്താനുള്ള ആ ഒരു വ്യഗ്രത എന്തിനാണ്? അങ്ങനെ നിർത്തുന്നിടത്തോളം കാലം ഇതിനുള്ള ഈ കമ്മീഷന്റെ റിപ്പോർട്ടിനുള്ള പ്രസക്തി എന്താണ്? ഇവിടെ ആർക്കാണ് നീതി, ആർക്കാണ് നീതി നിഷേധം? ഇതിലൂടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന നന്മ എന്താണ്? ഈ ക്രിമിനൽസിന്റെയൊക്കെ പേര് വെളിപ്പെടുത്താത്തതിലൂടെ നാളെ ഇത് ആവർത്തിക്കില്ല എന്നെന്താണ് ഉറപ്പ്? പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഉണ്ട്. സിനിമാ മേഖലയിൽ അല്പം കൂടുതലാണെന്ന് മാത്രം. മലയാള സിനിമ വീണ്ടും നൂറ്റാണ്ടുകൾ മുമ്പേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ഒരവസ്ഥ, ഇതുപോലൊരു കമ്മീഷൻ വീണ്ടും പുനരവതരിക്കും. അന്നും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടതിലൂടെയാണ് യഥാർത്ഥ നീതി നിഷേധം ഇവിടെ നടന്നിട്ടുള്ളത്. സമൂഹത്തിലെ ക്രിമിനലുകൾക്ക് ശിക്ഷ അല്ലെങ്കിൽ